എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല. ആമിന ഞങ്ങളെയൊക്കെ മറക്കുമോ? ഞാൻ എന്നെ തന്നെ മറക്കുമോ എന്ന് ചോദിച്ചൂടെ? എനിക്കൊരപേക്ഷയേ ഉള്ളൂ. എന്നെ ഓർത്ത് ദേവേട്ടൻ ദുഃഖിക്കരുത്. ഇല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ദുഃഖം എനിക്ക് ആനന്ദമാണ്. അത് ആമിനെ കുറിച്ചുള്ളതാകുമ്പോൾ പ്രത്യേകിച്ചും. പടച്ച തമ്പുരാനെ, എന്നെ കൊണ്ടുപോകാൻ ആരും ഇങ്ങോട്ട് വരാതിരിക്കട്ടെ. അങ്ങനെ സംഭവിക്കുകയില്ല. ഈശ്വരന് പോലും ഇത്തരം സന്ദർഭങ്ങളിൽ നിസ്സഹായനായി നോക്കി നിൽക്കാനേ കഴിയും. മക്കളെ, നിങ്ങളോട് ഞാൻ എന്തോ പറയാനാ? അമ്മേ, മഹിളാ സമാജത്തിൽ അമ്മ ഒരു പ്രാസംഗികയാണല്ലോ. അവിടെ മതങ്ങളെക്കുറിച്ചും ദൈവങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാറുണ്ടോ? മോനെ, ഇല്ലെങ്കിൽ അമ്മ പ്രസംഗിക്കണം. എല്ലാ മതങ്ങളും എല്ലാ ദൈവങ്ങളും ഒന്നാണെന്ന് പറഞ്ഞു ഖുറാനും ഗീതയും ബൈബിളും തലയിലേറ്റ് നടക്കുന്നവർ വിഡ്ഢികളാണ്. ഒരിക്കലും ഈ മതങ്ങൾക്കും ദൈവങ്ങൾക്കും ഒന്നാവാൻ കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല. ഇവിടെ ഒന്നായിട്ടുള്ളത് മജ്ജയും മാംസവും വിശപ്പും ദാഹവുമുള്ള മനുഷ്യർ മാത്രമാണ്. മതമേതായാലും കഴുത്തറുത്താൽ ചോര വരും, ശ്വാസം നിന്നാൽ മരിക്കും. അതാണ് സത്യം, അത് മാത്രമാണ് സത്യം. നീ ഇവിടെ വന്നിരിക്കടാ. അത് പറയുന്ന മതക്കാർ ഇവിടെയില്ല. അവർ ദൈവങ്ങളെ പറ്റി പറയും, സ്വർഗത്തെ പറ്റി പറയും. അവർക്ക് മനുഷ്യർ പുല്ലാണ്, കളിപ്പാട്ടമാണ്. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ? മോനെ, നിനക്ക് എന്ത് പറ്റിയടാ? അച്ഛനും വന്നു. ഈഴവർ അധികമുള്ള ഈ നിയോജക മണ്ഡലത്തിൽ ഒരു നല്ല ഈഴവനെ സ്ഥാനാർത്ഥിയായി കണ്ടുപിടിക്കുന്നു എന്റെ അച്ഛൻ. ദേവ, സമൂഹത്തിന് നന്മ നിങ്ങൾക്കൊരു പ്രശ്നമല്ല. സോഷ്യലിസവും മുരുവെട്ടി രാവും പകലും വിപ്ലവം പ്രസംഗിക്കുന്നു. സംഘടിത മതത്തിലും വിപ്ലവത്തിലും ഒന്നിച്ച് വിശ്വസിക്കുക സാധ്യമല്ല. അച്ഛന്റെ മഹാനായ ലെനിൻ പറയും. അച്ഛൻ സ്വന്തം മകന്റെ മുമ്പിൽ മതത്തിന്റെ അരിവാണങ്ങി നിൽക്കുകയാണ്. എന്റെ ഗുരുവായൂരപ്പ, മോനെ, നിനക്ക് എന്ത് പറ്റിയടാ? എനിക്കൊന്നുമില്ലമ്മേ. അമ്മയുടെയും അച്ഛന്റെയും വിശ്വാസം ഇതാ ഈ മകനും തീയിലിട്ട് നീറ്റുന്നു. ആമീനയുടെ വിശ്വാസം അത് അവളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു. മോനെ, നീ മോനെ, നിനക്ക് എന്ത് പറ്റിയടാ? അച്ഛാ, അച്ഛൻ വന്നെന്നെ ഇടയ്ക്കിടയ്ക്ക് കാണൂലേ? എന്നെ അവരിങ്ങോട്ട് വരാനും അനുവദിക്കില്ലേ? മോള് പോയി അച്ഛന് കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടാ. മോളെ, ഇന്ന് നിന്റെ അച്ഛൻ വളരെയധികം സന്തോഷമുള്ളവനാണ്. ദൈവം എന്റെ മോളെ ഒരിക്കലും സങ്കടപ്പെടുത്തൂല. സമാധാനത്തോടുകൂടി പോകണം. എന്റെ മോള് പോയി ഒരുങ്ങ. അളിയൻ ഞങ്ങളുടെ മകനെ ഒന്ന് രക്ഷിക്കണം. ഇടാ, മനസ്സിലാകുന്ന ഭാഷ പറ. ആമിന ഇവിടുന്ന് പോയാൽ അവൻ ഇവിടെ കിടന്ന് മരിക്കും ചേട്ടാ. അതിന് ഞാനെന്ത് വേണം? ആമിന അളിയന്റെ സ്വത്താണ്. യശോദേ, നിന്റെ ഭർത്താവിന് എന്താണ് പറയാനുള്ളത്? നീ എങ്കിലും ഒന്ന് പറ. അവളെ മതം മാറ്റി ദേവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. എന്നാ ഇവിടെ ചോര കളിയായിരിക്കും. ഇതുവരെ കളിച്ചത് കളിയല്ല മാധവ. ആരോ ചോദിക്കാൻ വരുന്നത്? ആരാണോ? ആര് വന്നാലും അതിന്റെ കൂട്ടത്തിൽ ഈ അതുള്ള ഉണ്ടായിരിക്കും. അവർക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. യശോദേ, ചോദിക്കാൻ വരുന്നവരുടെ കൂട്ടത്തിൽ അബ്ദുള്ള ഉണ്ടായിരിക്കും. ഞാൻ എവിടെയായിരിക്കും അറിയാമോ? അവരുടെ നേതാവായിരിക്കും. പക്ഷെ ഞങ്ങളുടെ മകൻ പോകുന്നുണ്ടോ അവിടുന്ന്? പോരാനാ പറഞ്ഞത്? ഇല്ലെങ്കിൽ നിങ്ങളുടെ അക്രമം കാണിച്ചോളേ. അബ്ദുള്ള മുസ്ലിമാണ്. ചോര തിളച്ചുപോയി അല്ലേ? കൃഷ്ണ, നമ്മൾ അറിയാണ്ട് നമ്മളുടെ ഉള്ളിലൊക്കെ തീ കത്തനുണ്ട്. അത് ജനിച്ച് വളരുമ്പോഴേ ഉള്ള തീയാണ്. അതൊന്നും നാളെ കത്തിപ്പോയി. നീ ക്ഷമിച്ചതാണ്. അബ്ദുള്ളക്കുണ്ടോ? കൃഷ്ണ എന്റെ ഭാര്യയെ കണ്ടിട്ടില്ലല്ലോ. ഇല്ല. ചായക്കട തുറന്നില്ലേ?
ആ തുറന്ന് വരുമെന്നറിഞ്ഞ് കാത്തു നിന്നാ. ഇരിക്കണം, ഇവിടെ ഇത്രയൊക്കെ സൗകര്യമുള്ളൂ. വേണ്ട, ഇവിടെ നിന്നോളാം, പോവാൻ തിരക്കുണ്ട്. ആ, അപ്പോൾ അവളെ വീട്ടിൽ തന്നെ താമസിപ്പിക്കും അല്ലേ? അവൾ അവിടെ തന്നെ എത്തിച്ചേരേണ്ടത്. മോളെ ആമിന, ആമിന, യശോദേ. ബാപ്പ സമ്മതിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഞാനും സത്യയും കൂടെ അവളവിടെ നിർത്തിക്കൊള്ളാം. മോളെ, മോളെ, നിന്നെ കൊണ്ടുപോകാൻ വന്നതാ. ഇത് കൊച്ചുമുതലാളിയുടെ ഭാര്യ. അകത്തേക്ക് വരാമല്ലോ. നമ്മള് പോയിട്ട് നമ്മുടെ കെട്ടുവള്ളത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഏതായാലും ആമിനെ പോവല്ലേ. എന്തുകൊണ്ടാണെന്ന് അറിയില്ല കൃഷ്ണ, ആമിനെ എന്റെ മോളെ പോലെ കരുതാൻ തോന്നി. കൊച്ചുമുതലാളി, ആമിനെ ആരാണെന്ന് എനിക്കും എന്റെ പെങ്ങൾക്കും അറിയാം. പക്ഷേ 18 കൊല്ലമായി പറയേണ്ടവർക്കത് പറയാൻ വയ്യ. ഈ രക്തബന്ധം രക്തബന്ധം എന്ന് പറയുന്നത് നന്നാകട്ടെയാണ്. പച്ചവെള്ളത്തിന്റെ വില പോലും ചിലർ അതിന് കൊടുക്കുന്നില്ല. കൃഷ്ണ, കള്ളക്കടത്ത് സാധനം കൊണ്ടുപോകുന്നത് പോലെ എന്റെ മകളെ കൊണ്ടുപോകാനല്ലേ വന്നിരിക്കുന്നത്. നമുക്ക് പരസ്പരം അറിയാം, പിന്നെ എന്തിനെല്ലാം തുറന്നു പറയുന്നത്? ആവശ്യമില്ല. എനിക്കതുകൊണ്ട് നഷ്ടമല്ലാതെ ലാഭമൊന്നുമില്ല. ആ, മുതലാളിക്ക് കുടിക്കാൻ വല്ലതും ഇവിടെ വന്നിട്ട്? ഒന്നും വേണ്ട കൃഷ്ണൻ, ഒന്ന് വേഗം അവളെ ഇങ്ങോട്ട് അയക്കാം. അതാ പടച്ചോ ഇത്രയൊക്കെ നടത്തി തന്നു. ഈ ബാക്കിയുള്ളതും കൂടി ഒന്ന് വേഗം നടത്തി തരണേ. അവിടെ പോകുന്നതിൽ എല്ലാവർക്കും സങ്കടമുണ്ട്. ഓരോ തരത്തിൽ എല്ലാവരും സങ്കടക്കാരാണ്. എനിക്കൊന്നും താങ്ങാനുള്ള ശക്തിയില്ല. മോളെ, മോളെ, വാ മോളെ. അമ്മായി പോയിട്ട് വാ മോളെ. അബ്ദുള്ളക്ക, പോ മോളെ, മോള് സുഖായിരിക്കും. അച്ഛൻ വെള്ളം കുടിച്ചില്ല. മോളെ, അച്ഛൻ അന്ധശ്വാസം വലിക്കുമ്പോ മോടെ കൈകൊണ്ട് വെള്ളം കുടിക്കാൻ ആ വെള്ളം നീ ഇപ്പോഴേ തരുന്നോ മോളെ?